ഉത്തര കന്നഡ ജില്ലയിൽ തന്നെ മറ്റൊരിടത്തേക്ക് നമുക്കൊന്ന് പോകാം. ഉത്തര കന്നഡയിൽ കഴിഞ്ഞ ദിവസം, അതായത് 8-ാം തീയതി ഒരു പാലം തകർന്നു വീണിരുന്നു. പാലം തകർന്ന് നദിയിലേക്ക് ഒരു ട്രക്ക് വീണു. ആ ട്രക്ക് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമത്തിന് ഇപ്പോൾ അവിടേക്ക് പോയിരിക്കുന്നത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ട്രക്ക് പുറത്തെടുക്കാനായിട്ടുള്ള അവരുടെ ഒരുക്കങ്ങൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. അത് എവിടെ വരെ എത്തിയെന്ന് നമുക്ക് നോക്കാം. SDRF സംഘവും സഹായത്തിനുണ്ട്. കാളി നദിയിലെ കൊടിബാഗ് പാലം ഈ മാസം 8-ന് പുലർച്ചെയാണ് തകർന്നു വീണത്. AK അഭിലാഷ് ഈ ശ്രമം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, കൂടുതൽ ആഴത്തിലേക്ക് വീണ് പോയിട്ടുണ്ടോ ട്രക്ക്? അത് ഉയർത്തുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എവിടെ വരെ എത്തി? ഈ കാളി നദിയിൽ കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെയാണ് ട്രക്ക് വീഴുന്നത്. പാലം തകർന്നാണ് ഈ ട്രക്ക് വീഴുകയും ചെയ്തത്. ഏതായാലും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. നേരത്തെ അർജുൻ കല്യാട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഷിരൂർ ദൗത്യത്തിന് അവധി നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇടവേളയിലാണ് ഇന്ന് ഈ ഈശ്വർ മാൽപ്പ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഷിരൂരിൽ നാളെ ഏത് തരത്തിലായിരിക്കും ട്രക്ക് പുറത്തെടുക്കേണ്ടത് എന്നതിൻ്റെ ഏതാണ്ട് അതിൻ്റെ ഒരു റിഹേഴ്സൽ എന്ന നിലയിൽ വേണം ഇതിനെ കാണാൻ. കാരണം ഈ ഭാഗത്ത് ഈ കാളി നദിയുടെ മധ്യഭാഗത്താണ് ട്രക്ക് കഴിഞ്ഞ 7-ാം തീയതി വീണ്. അന്ന് ഡ്രൈവറെ ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. പക്ഷേ 7 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആ ട്രക്ക് പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വർ മാൽപ്പ ഇന്നലെ സന്നദ്ധത പ്രകടിപ്പിച്ചതോടെയാണ് ഇന്ന് ട്രക്ക് പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാലം തകർത്ത് വീണത് ഈ ട്രക്കിന്റെ മുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രക്കിന്റെ മുകളിൽ വൈദ്യുത കേബിളുകളും അതോടൊപ്പം തന്നെ ടെലികോം കേബിളുകളും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ വലിച്ചാൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തോടൊപ്പമുള്ള 3 ഡ്രൈവർമാർ കൂടി ചേർന്ന് ഇതിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവിടെ ഈ കേബിൾ ഇരുമ്പ് വടം ഉപയോഗിച്ച് അവിടെ ഹൂക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയപ്പോൾ പോലും അപ്പോഴും ഈ കേബിൾ തടസ്സമായിരുന്നു. പിന്നീട് ആ കേബിളുകൾ മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ ട്രക്ക് മെല്ലെ മെല്ലെ നദിയുടെ അടിത്തട്ടിലൂടെ വലിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഏതാണ്ട് 200-300 മീറ്ററോളം ദൂരത്തിൽ നിന്നാണ് ഇപ്പോൾ വലിച്ചു കൊണ്ടുവന്നത്. ഏതാണ്ട് 100 മീറ്റർ അകലത്തെ എത്തിയപ്പോൾ തന്നെ ഈ 3 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ വടം കെട്ടി വലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു ക്രെയിനിൻ്റെ വടം പൊട്ടിമാറുന്ന ഒരവസ്ഥയാണുള്ളത്. അത് ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ 1-2 തവണ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ കേബിൾ പൊട്ടിയ നിലയിൽ തന്നെയാണ്. കൂടുതൽ ക്രെയിൻ കൂടി എത്തിച്ചുവിട ആ ട്രക്കിനെ എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് നടന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ പോലും ഇതിലും പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഇതിൽ പാലത്തിൻ്റെ കോൺക്രീറ്റ് തൂണുകളും അടക്കം ഇതിൻ്റെ മുകളിലേക്ക് പൊട്ടി വീണ് അത് മാറ്റി നിർത്തേണ്ടി വന്നു. അവിടുന്ന് വലിച്ചു നിൽക്കുമ്പോൾ കേബിൾ കുടുങ്ങി നിന്നു. ആ കേബിൾ മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ നദിയുടെ മധ്യഭാഗത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ കേബിളുകൾ, അതായത് ക്രെയിനിൻ്റെ ഉരുക്ക് വടങ്ങൾ പോലും പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ആ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ രാത്രിയോടുകൂടി തന്നെ ഈ ട്രക്കിനെ മുകളിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സഹ ഡ്രൈവർമാരൊക്കെ ചേർന്നുകൊണ്ട് ഇപ്പോഴും പുതിയ കേബിളുകൾ ഇട്ട് മുറുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതാണ്ട് അരമണിക്കൂറിനകം തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ ക്രെയിനുകൾ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്യാധുനികമായ ക്രെയിൻ കൂടി ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ആ ദൗത്യം മുന്നോട്ട് തന്നെ പോവുകയാണ്. ഈശ്വർ മാൽപ്പയും സംഘവും ഈ ശ്രമത്തിന്, ഈ ദൗത്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇന്ന് രാവിലെ തന്നെ അവിടേക്ക് എത്തുകയായിരുന്നു. ഷിരൂരിൽ നിന്ന് ഗംഗാവാലി പുഴയിൽ നിന്ന് നേരെ കാളി നദിയിലേക്ക്. കാളി നദിയിൽ ട്രക്ക് ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ്. 8-ാം തീയതിയാണ് ട്രക്ക് വീണത്. ഒരാഴ്ച പിന്നിടുന്നു. ട്രക്കിൽ നിന്ന് ഡ്രൈവറെ രക്ഷിക്കാൻ അന്ന് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഒപ്പം അവിടെ എത്തിയ രക്ഷാപ്രവർത്തകർക്കും സാധിച്ചിരുന്നു. പഴയ പാലമാണ്, 41 വർഷം പഴക്കമുള്ള പാലമാണ്. കാർവാറിലേക്ക് പോകുന്ന പാലം. അതാണ് പുലർച്ചെ തകർന്നു വീണത്.